മിലാനോ റിപ്പോർട്ടയുടെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് പന്ത് തട്ടുന്ന നിമിഷം ആരാധകരുടെ മുഴുവൻ ശ്രദ്ധയും ആ താരത്തിലേക്കായിരിക്കും. ഡ്രിബിളുകൾ കൊണ്ട് പ്രതിരോധങ്ങളെ തകർത്തവൻ, വിമർശനങ്ങൾക്കിടയിലും കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ രാജാവായി ജീവിക്കുന്നവൻ, നെയ്മർ ജൂനിയർ. രണ്ടായിരത്തി ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ച നെയ്മർ വളരെ വേഗം ബ്രസീലിന്റെ മുഖമായി മാറി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ അദ്ദേഹം ബ്രസീലിന്റെ എക്കാലത്തെ മികച്ച ഗോൾ സ്കോററായി ഉയർന്നു. പെലെയെ മറികടന്ന് ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന ബഹുമതി സ്വന്തമാക്കി. ഏകദേശം 125 മത്സരങ്ങളിൽ 79 ഗോളുകൾ എന്ന അത്ഭുത നേട്ടം അദ്ദേഹത്തിന് ബ്രസീലിയൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ സ്ഥാനം നൽകി. കോൺഫെഡറേഷൻസ് കപ്പ്, ഒളിമ്പിക് സ്വർണം, കോപ്പ അമേരിക്ക റണ്ണറപ്പ് നേട്ടങ്ങൾ, ഇതെല്ലാം നെയ്മറുടെ ദേശീയ ടീമിലെ യാത്രയുടെ തിളങ്ങുന്ന അധ്യായങ്ങളായിരുന്നു. നെയ്മറുടെ കരിയർ വിജയങ്ങളുടെയും വേദനകളുടെയും അപൂർവ മിശ്രണമാണ്. ഒരു വശത്ത് ലോകത്തെ വിസ്മയിപ്പിച്ച ഡ്രിബിളുകൾ, മറുവശത്ത് കിരീടം കൈവിട്ട രാത്രികൾ. ബ്രസീലിനെ പലതവണ രക്ഷിച്ച ഗോളുകൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ലോകകപ്പ് എന്ന സ്വപ്നവേദിയിൽ അവസാന പുഞ്ചിരി പലപ്പോഴും മറ്റുള്ളവർക്കായിരുന്നു. വിമർശകർ അദ്ദേഹത്തെ ലോകകപ്പില്ലാത്ത ഇതിഹാസമെന്ന് വിളിച്ചെങ്കിലും ആരാധകർക്ക് അദ്ദേഹം അതിലേറെ പ്രിയമുള്ള നായകനാണ്. സ്വന്തം നാട്ടിൽ നടന്ന 2014 ഫിഫ ലോകകപ്പിൽ ബ്രസീലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു നെയ്മർ. ആ ലോകകപ്പിൽ 4 ഗോളുകൾ നേടി ബ്രസീലിനെ ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ കൊളംബിയക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ സംഭവിച്ചത് ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. കൊളംബിയൻ താരം ജുവാൻ കാമിലോ സുനിഗയുടെ മുട്ട് നെയ്മറുടെ പുറകിൽ ഇടിക്കുകയും അദ്ദേഹത്തിന് സ്പൈനൽ ഫ്രാക്ചർ സംഭവിക്കുകയും ചെയ്തു. ആ പരിക്ക് കാരണം ലോകകപ്പിൽ നിന്ന് നെയ്മർ പുറത്തായി. ബ്രസീലിന്റെ സ്വപ്നവും അവിടെ തന്നെ തകർന്നു. നെയ്മറില്ലാതെ സെമി ഫൈനലിൽ ഇറങ്ങിയ ബ്രസീൽ ജർമ്മനിയോട് 7-1 എന്ന ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ തോൽവി ഏറ്റുവാങ്ങി. അന്ന് പല ആരാധകരും പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു: നെയ്മർ ഉണ്ടായിരുന്നുവെങ്കിൽ കഥ വേറെയായേനെ എന്ന്. പരിക്കുകളിൽ നിന്ന് മടങ്ങിയെത്തിയ നെയ്മർ 2018 ലോകകപ്പിൽ വീണ്ടും ബ്രസീലിന്റെ നായകനായി. സെർബിയക്കെതിരായ മത്സരത്തിലെ മികച്ച പ്രകടനം, മെക്സിക്കോക്കെതിരായ പ്രീ ക്വാർട്ടർ ഫൈനലിൽ നേടിയ ഗോളും അസിസ്റ്റും തുടങ്ങി നിരവധി അവിസ്മരണീയമായ നിമിഷങ്ങൾ അദ്ദേഹം ആരാധകർക്കായി സമ്മാനിച്ചു. ആ ലോകകപ്പിൽ 2 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ ബെൽജിയത്തിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ പുറത്തായി. വീണ്ടും ഒരു ലോകകപ്പ് സ്വപ്നം പൂവണിയാതെ പോയി. 2022 ഖത്തർ ലോകകപ്പ് നെയ്മറുടെ ഏറ്റവും മികച്ച അവസരമായി പലരും വിലയിരുത്തി. ഗ്രൂപ്പ് ഘട്ടത്തിൽ പരിക്ക് കാരണം ചില മത്സരങ്ങൾ നഷ്ടമായെങ്കിലും അദ്ദേഹം ശക്തമായി തിരിച്ചെത്തി. ക്രൊയേഷ്യക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ അധിക സമയത്ത് നേടിയ അത്ഭുത ഗോൾ ബ്രസീലിനെ സെമി ഫൈനലിലേക്ക് എത്തിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം ക്രൊയേഷ്യ സമനില നേടി. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീൽ പരാജയപ്പെട്ടു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ കണ്ണീരോടെ മൈതാനത്ത് നിൽക്കുന്ന നെയ്മറുടെ ചിത്രം ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം തകർത്തു. ഒരിക്കൽ 22-ാം വയസ്സിൽ ലോകം കീഴടക്കാൻ ഇറങ്ങിയ യുവാവ് ഇന്ന് അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ഭാരവുമായി വീണ്ടും അതേ സ്വപ്നത്തെ തേടി അംഗത്തിന് ഇറങ്ങുകയാണ്. 2014 കണ്ണീരും 2018 നിരാശയും 2022 ഹൃദയഭേദകമായ പുറത്താകലും എല്ലാം പിന്നിലാക്കി അവസാന ലോകകപ്പ് ആയേക്കാമെന്ന് കരുതപ്പെടുന്ന ടൂർണമെന്റിന് നെയ്മർ ഒരുങ്ങുകയാണ്. ലോകകപ്പ് കിരീടം അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തുമോ എന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: 2026 നെയ്മർ ഓരോ തവണ മഞ്ഞ ജേഴ്സിയിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴും അതൊരു സാധാരണ എൻട്രി ആയിരിക്കില്ല, അതൊരു ഇതിഹാസത്തിന്റെ എൻട്രി ആയിരിക്കും.